ഹലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെല്ലാവരും താലപ്പൊലി എടുക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമ്മുടെ ബാംഗ്ലൂർ ഇങ്ങനത്തെ പരിപാടി ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറാണ്. ഉണ്ടെങ്കിലും ഞാൻ അതിനൊന്നും പോകാറില്ല. അപ്പോൾ ഈ തവണ എന്തായാലും നാട്ടിൽ വന്നപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് എടുക്കുമ്പോൾ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ പൂപ്പറമ്പുള്ള മുത്തപ്പൻ്റെ അമ്പലം കേട്ടോ, അവിടെ നിന്നാണ് നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തേക്ക് നമ്മൾ ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ കുറച്ച് അരിയും തേങ്ങയും പൂവും പഴമായിട്ട് നമ്മൾ ചെല്ലണം. വിളക്കിനുള്ള തിരിയും എണ്ണയും സാമ്പ്രാണിയും ഒക്കെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പം കുറേ ദിവസം ആഗ്രഹമായിരുന്നു, നമുക്ക് സഹായിച്ച് കിട്ടിയ അവസാനം. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറേ നേരം നമ്മൾ നിന്നിട്ടോ. അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഇതൊക്കെ കയ്യിലെടുത്തിട്ട്, അപ്പം അമ്മയായിട്ട് മൊത്തം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അമ്മയോട് അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിത് ക്ഷേത്രം മരം വെച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വല്ല നീങ്ങും കേട്ടോ. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, മുടി കത്തിപ്പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. അത് പൊന്നു, കുഞ്ഞേച്ചി, ഇത് ഞാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വലം വെച്ച് ഇറങ്ങും കേട്ടോ. അപ്പം തന്നെ മുത്തും അതിൻ്റെ ഇടയിൽ ജോയിൻ ചെയ്തു. കാരണം അവൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും വലം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. കണ്ടില്ല, എല്ലാവരും ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത്. ആദ്യമൊക്കെ എരുവേശി അമ്പലത്തിൽ നിന്നാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അധികം ദൂരം ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അടുത്താക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പൂപ്പറമ്പിൽ നമ്മൾ താലം എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും പോകാനുള്ള പരിപാടിയിലാണ്. ഒരു വണ്ടിയിൽ നമ്മുടെ അയ്യപ്പൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മമാരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവർ നേരത്തെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ തയ്യാറെടുപ്പാട്ടോ, അവിടെയൊക്കെ വിളക്ക് കത്തിക്കലും പരിപാടിയാണ്. ഈ നടന്നു വരുന്ന എൻ്റെ മാമൻ കേട്ടോ, ചെക്ക് ഷർട്ട് ഇട്ടേക്കുന്ന മാമൻ പ്രസിഡൻ്റാണ് അമ്പലത്തിൻ്റെ. അപ്പം ഞങ്ങളുടെ ആ ഹോൾ ടീമിനെ അവിടുന്ന് തൊട്ട് ഇവിടം വരെ ലീഡ് ചെയ്ത് എത്തിച്ചത് തന്നെ മാമനായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നടന്നൊരു അവസ്ഥയിലായി പോയിട്ടോ. എല്ലാം കൊണ്ടും ചൂടും ഈ വിളക്കിൻ്റെയൊക്കെ ഇതും. പിന്നെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് അവർ റീഫിൽ ചെയ്യും കേട്ടോ. ഇത് അണയാതെ, ഈ തിരി അണയാതെ നമ്മൾ അവിടം വരെ കൊണ്ടെത്തിക്കണം എന്നാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് എണ്ണയും സാമ്പ്രാണിയും അത് തിരിയൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. റീഫിൽ ഉണ്ടാവും, അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെ നമ്മൾ താല്പര്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിന് ഒന്നുകൂടെ വലം വെച്ചിട്ട് അവിടെ താഴെ വെക്കാനാണ് പറഞ്ഞത്. നമ്മൾ ആ യൂസ് ചെയ്ത് ആ തേങ്ങ ഇവർ പിന്നീട് അത് ഉണക്കിയിട്ട് എണ്ണയൊക്കെ ഉള്ള പരിപാടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. ഈ താലപ്പൊലി എൻ്റെ മാമന്മാരുടെയും മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റാറില്ല. ഒന്നല്ലെങ്കിൽ ഒരാൾക്ക് പരീക്ഷ അല്ലെങ്കിൽ ലീവിൻ്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ മുടക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പരിപാടിക്ക് വന്നിട്ടോ, അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് ഗാനമേള തുടങ്ങി. പരിപാടി നമുക്ക് കുറച്ച് നേരം കാണാം. നല്ല അടിപൊളി ടീമായിരുന്നു, പരിപാടിയാണ്.
പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ താവം ഗ്രാമവേദി എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പായിരുന്നു കേട്ടോ. അവർ 28 വർഷമായിട്ട് ഉള്ളൊരു ഗ്രൂപ്പാണ്, നമ്മുടെ കണ്ണൂർ തന്നെയുള്ളൊരു ഗ്രൂപ്പായിരുന്നു. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പറ്റതുപോലെ നിന്നും ചീരിക്കല്ലേടെ നിന്നോട് എനിക്ക് തോന്നുന്നു. ഈ ഒരു ട്രൂപ്പ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ആട്ടോ കുറേ പരിപാടി നടത്തിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രൂപ്പ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചറാണ് ഇവർ മൊത്തത്തിൽ അവിടെ കാണിച്ചത്. തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടീമായിരുന്നു. തുടങ്ങാൻ നേരത്ത് കുറച്ച് ഡിലേയും പ്രശ്നങ്ങളായെങ്കിലും അവസാനത്തെ അവർ അടിപൊളിയാക്കി എടുത്തിട്ട് അപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ പോകാനും തുടങ്ങി. അങ്ങനെ ഗാനമേളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവർക്ക് ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗാനമേള നടത്തിയ ടീമിനൊക്കെ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് അവർക്കും ഫുഡ് കൊടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാം കേട്ടോ.